ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. നമ്മൾ 2023-2022 വർഷകാലങ്ങളിലെ സാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. PSC പരീക്ഷകൾക്കായാലും സെറ്റ് എക്സാമിനായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണിത്. അപ്പോൾ കേരള സാഹിത്യ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണെന്നറിയാമോ? കേരളത്തിലെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇത് 2023 ലഭിച്ചത് SK വസന്തൻ എന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം ചരിത്ര നിഘണ്ടു, അതേപോലെ തന്നെ കേരള ചരിത്രത്തിനെ കുറിച്ചിട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം കേരള സാംസ്കാരിക ചരിത്രത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾക്കാണ് 2023 SK വസന്തന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഓർത്തിരിക്കേണ്ട പുസ്തകത്തിൻ്റെ പേരുകളാണ് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, കേരള ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ എന്നീ പുസ്തകങ്ങൾ. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വർക്ക് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടുവാണ്. 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് സമ്മാനത്തുകയായിട്ട് നൽകുന്നത്. ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ 2023 SK വസന്തൻ എന്നുള്ള പേര് ഓർത്ത് വയ്ക്കുക. 2022 സേതുവിനാണ് ലഭിച്ചിട്ടുള്ളത്. 2022 സേതു, പാണ്ഡവപുരമൊക്കെ എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ് സേതു. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പോലുള്ള ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സേതുവിൻ്റെ മറ്റ് രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അടയാളങ്ങൾ, കൈമുദ്രകൾ, മറുപിറവി, നിയോഗം, ഏഴാം പക്കം, ചേക്കുട്ടി, പേടി സ്വപ്നങ്ങൾ, ഇവയൊക്കെയും സേതു എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അദ്ദേഹം ഒരു ഫിക്ഷൻ റൈറ്ററാണ്. അതിൽ തന്നെ പാണ്ഡവപുരമാണ് ഏറ്റവും കൂടുതൽ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു വർക്ക്. 2021 P വത്സലയ്ക്കും 2020 പോൾ സക്കറിയയ്ക്കുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് കൂടുതലും 2022-2023 വർഷങ്ങളിലായിട്ടാണ് ചോദിക്കുക. കൂടുതൽ പുറകോട്ടേക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല. അപ്പോൾ 2021 P വത്സലയ്ക്കും 2020 പോൾ സക്കറിയയ്ക്കുമാണ് ലഭിച്ചിട്ടുള്ളത്. ബാലാമണി അമ്മ, കമലാ സുരയ്യ, സുഗതകുമാരി ഇവർക്കൊക്കെയും എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ബാലാമണി അമ്മയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത. 1995 ബാലാമണി അമ്മയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് വയലാർ അവാർഡിലേക്ക് കടക്കാം. വയലാർ അവാർഡ് 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പിക്കാണ് 2023 വയലാർ അവാർഡ് ലഭിക്കുന്നത്. ജീവിതം ഒരു പെൻഡുലം എന്നുള്ള വർക്കിനാണ് വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ജീവിതം ഒരു പെൻഡുലം എന്നുള്ള വർക്കിനാണ് ലഭിച്ചത്. വയലാർ അവാർഡിൽ 2014 വരെയും 25,000 രൂപയായിരുന്നു സമ്മാനത്തുകയായിട്ട് നൽകിയത്. പിന്നീട് അത് 1 ലക്ഷം രൂപയാക്കി മാറ്റി. ഇപ്പോൾ 2014 വരെ 1977 വയലാർ അവാർഡ് കൊടുക്കാൻ തുടങ്ങുന്നത്. അതുമുതൽ 2014 വരെയും 25,000 രൂപയായിരുന്നു. പിന്നീട് അത് 1 ലക്ഷം രൂപയായിട്ട് ഉയർത്തി. അതോടൊപ്പം തന്നെ കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവും പുരസ്കാരമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ ചോദിക്കാം. കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്തിട്ടുള്ള ശില്പം സമ്മാനമായി നൽകുന്നത് ഏത് പുരസ്കാരത്തിലാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. വയലാർ അവാർഡിലാണ് കേട്ടോ, വയലാർ പുരസ്കാരത്തിലാണ്. ഇതും മലയാള സാഹിത്യത്തിലെ സംഭാവനകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1977 സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ലളിതാംബിക അന്തർജനത്തിനാണ് ആദ്യമായിട്ട് വയലാർ പുരസ്കാരം ലഭിക്കുന്നത്. 1977 ലളിതാംബിക അന്തർജനത്തിന് അഗ്നിസാക്ഷി എന്നുള്ള വർക്കിനാണ് ലഭിക്കുന്നത്. നെക്സ്റ്റ് ഇയർ PK ബാലകൃഷ്ണന് ലഭിച്ചു ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള വർക്ക്. PK ബാലകൃഷ്ണന് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള വർക്കിന് ലഭിച്ചു. അതിനുശേഷമുള്ള വർഷം മലയാറ്റൂർ രാമകൃഷ്ണന് യന്ത്രം എന്നുള്ള വർക്കിൽ കിട്ടി. അപ്പം നമ്മൾ കേട്ടിട്ടുള്ള മലയാളത്തിലെ എല്ലാ മികച്ച വർക്കുകൾക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഗ്നിസാക്ഷി, ഇനി ഞാൻ ഉറങ്ങട്ടെ, കയറ്, മകരക്കൊയ്ത്ത്, അവകാശികൾ, അമ്പലമണി, രണ്ടാമൂഴം,
ഇങ്ങനെയുള്ള എല്ലാ വർക്കുകൾക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻപുള്ള വർഷങ്ങളിൽ ചോദിക്കാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള ആർക്കൊക്കെ ലഭിച്ചു എന്ന് നോക്കാം. 2021 ബെന്യാമിനാണ് ലഭിക്കുന്നത്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നുള്ള വർക്കിനാണ് 2021 ബെന്യാമിന് ലഭിക്കുന്നത്. 2022 എസ് ഹരീഷിനാണ് ലഭിക്കുന്നത്. മീശ, നമ്മുടെ മീശ എന്നുള്ളത് വളരെ വിവാദമായിട്ടുള്ളൊരു നോവലായിരുന്നല്ലോ. പല കോൺട്രവേഴ്സീസും മീശ എന്ന നോവലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എഴുതിയിട്ടുള്ള എസ് ഹരീഷിനാണ് 2022 വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ എസ് ഹരീഷ് തന്നെയാണ് ചുരുളി എന്നുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും. അതും വേണമെങ്കിൽ ചോദിക്കാം. ചുരുളി, മീശ എന്നുള്ള ഈ പേരുകൾ ഓർത്ത് വയ്ക്കുക. 2022 അത് എഴുതിയിട്ടുള്ള എസ് ഹരീഷിന് വയലാർ അവാർഡ് ലഭിച്ചു. 2023 ആർക്ക് ലഭിച്ചു? ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്നുള്ള വർക്കിന് ലഭിച്ചു. അടുത്തത് ഓടക്കുഴൽ പുരസ്കാരം നോക്കാം. ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് ഓടക്കുഴൽ പുരസ്കാരം. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിൽ നൽകുന്ന അവാർഡാണ് ഓടക്കുഴൽ പുരസ്കാരം. അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. 1968 ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച സമയത്ത് അതിൻ്റെ ആ ഒരു തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ആ ട്രസ്റ്റാണ് വർഷാവർഷം ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. 30,000 രൂപയാണ് ഓടക്കുഴൽ പുരസ്കാരം. ഇത് 1968 ആദ്യമായിട്ട് ബാലകവി രാമൻ എന്നുള്ള വ്യക്തിക്കാണ് നൽകിയത്. നാരായണീയം എന്ന കൃതി എഴുതിയിട്ടുള്ള ബാലകവി രാമനാണ് ഓടക്കുഴൽ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത്. രണ്ടാമത് 1969 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് തുളസീദാസ രാമായണം വിവർത്തനം ചെയ്തതിനാണ് ലഭിച്ചിട്ടുള്ളത്. 1970 ഒ വി വിജയന് ഖസാക്കിൻ്റെ ഇതിഹാസം, വളരെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. 1970 ഒ വി വിജയനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. ഇനി റീസെൻ്റ് ആയിട്ടുള്ള നോക്കാം. 2023 പി എൻ ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജിയാണ് എന്നുള്ള കവിതക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിനു മുൻപ് 2022 പ്രാണവായു എന്നുള്ള കൃതിക്ക് അംബികാസുധൻ മാങ്ങാടിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു. 2021 സാറാ ജോസഫിൻ്റെ ബുധിനിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ബുധിനി ഒരുപാട് പരീക്ഷകൾക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. സാറാ ജോസഫിൻ്റെ ബുധിനി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മുമ്പ് സെറ്റിനും വന്നിട്ടുണ്ട്, PSCക്കും വന്നിട്ടുണ്ട്. അപ്പോൾ 2021 സാറാ ജോസഫിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു ബുധിനി എന്നുള്ള നോവലിനാണ്. 2022 അംബികാസുധൻ മാങ്ങാടിനാണ് ലഭിച്ചത്. പ്രാണവായു എന്നാണ് കൃതിയുടെ പേര്. 2023 പി എൻ ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അവാർഡായതുകൊണ്ട് തന്നെ 11 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാന തുകയായിട്ട് നൽകുന്നത്. 1961 ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഓടക്കുഴൽ അവാർഡ് ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ അവാർഡ് ജി ശങ്കരക്കുറുപ്പാണ് ഏർപ്പാടാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിന് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചതിൽ നിന്ന് ഒരു തുക എടുത്തിട്ടാണ് അദ്ദേഹം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ജി ശങ്കരക്കുറുപ്പിനാണ്. അതിനുശേഷം എസ് കെ പൊറ്റക്കാടിന് ലഭിച്ചു 1980. പിന്നീട് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് ലഭിച്ചു. MT വാസുദേവൻ നായർക്ക് ലഭിച്ചു. ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഇത്രയും ആൾക്കാർക്ക്, മലയാളികളായിട്ടുള്ള ഇത്രയും സാഹിത്യകാരന്മാർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രാം ഭദ്രാചാര്യ എന്നുള്ളൊരു സംസ്കൃത സാഹിത്യകാരനാണ്. രാം ഭദ്രാചാര്യ 2023 തന്നെ ഉറുദു
റൈറ്ററായിട്ടുള്ള ഗുൽസാറിനും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2023 2 പേർക്കാണ്, കാരണം ഈ കോവിഡൊക്കെ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ ഈ പല അവാർഡും അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ 2023 2 പേർക്ക് നൽകിയിട്ടുണ്ട്. ഗുൽസാർ, ഉറുദു റൈറ്ററായിട്ടുള്ള ഗുൽസാറിനും സംസ്കൃത റൈറ്ററായിട്ടുള്ള രാം ഭദ്രാചാര്യയ്ക്കും. 2021 ദാമോദർ മോസേക്കാണ് ലഭിച്ചിട്ടുള്ളത്. കൊങ്കണി റൈറ്ററാണ് ദാമോദർ മോസെ. അപ്പോൾ മലയാളത്തിൽ നിന്ന് അവസാനമായിട്ട് ഒരാൾക്ക് ജ്ഞാനപീഠം ലഭിച്ചത് 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പുരസ്കാരങ്ങൾ, സാഹിത്യ പുരസ്കാരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് ലേണേഴ്സ് ഫ്രണ്ട്ലി ഫോളോ ചെയ്യാം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സെറ്റിൻ്റെ കോഴ്സുകൾ ഇപ്പോഴും നമ്മൾ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി.